സ്നേഹമുള്ളവരെ, സത്യത്തിനു വേണ്ടിയും നീതിക്കു വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും ഒരുവൻ നിലപാടെടുക്കുമ്പോൾ അവന് വരുവാൻ സാധ്യതയുള്ള വലിയ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച്, കൊടിയ പീഡനങ്ങളെക്കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തുക. നീ സത്യത്തിനും നീതിക്കും സുവിശേഷത്തിനും വേണ്ടി നിലപാടെടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് നിന്നെ പ്രോത്സാഹിപ്പിക്കുമെന്നോ അംഗീകരിക്കുമെന്നോ നീ കരുതരുത്. ഇപ്രകാരമുള്ള നിലപാടിൻ്റെ മുന്നിൽ നീ കടന്നു പോകേണ്ട കൊടിയ പീഡനങ്ങൾ അത് അസഹനീയമായിരിക്കും എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടാം, നീ അധികാരികളുടെയും പ്രമാണികളുടെയും മുമ്പിൽ ഇങ്ങനെ ചോദ്യം ചെയ്യലിന് വേണ്ടി നിൽക്കേണ്ടി വരും. നീ സ്വന്തമെന്ന് കരുതിയ നിൻ്റെ വീട്ടുകാർ തന്നെ ഒരു പക്ഷേ നിന്നെ ഒറ്റിക്കൊടുക്കാം. ഇപ്രകാരമുള്ള ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വരും. ഒരു പക്ഷേ നീ കൊല്ലപ്പെടുകയും ചെയ്തേക്കാം എന്നും ഈ വചനം ഓർമ്മപ്പെടുത്തുക. എന്നിട്ടും അവസാനം പറയുകയാണ്, എങ്കിലും നീ ഭയപ്പെടേണ്ട, നിന്റെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകുകയില്ല. അപ്പോൾ ഒരു വശത്തെ കൊടിയ പീഡനങ്ങളാണ്, മറുവശത്ത് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നവന് ലഭിക്കുന്ന ഗ്യാരണ്ടി എന്തൊക്കെയാ? വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഇപ്രകാരമുള്ള പീഡനങ്ങളുടെ മുന്നിൽ നീ ഭയപ്പെടേണ്ട. കാരണം എന്താ? ഈ പ്രമാണികളുടെയും അധികാരികളുടെയും ന്യായാസനത്തിങ്കൽ നിൽക്കേണ്ടി വരുമ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ ആലോചിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് നിനക്ക് നൽകപ്പെടും. ആ സമയത്ത് നീ ഉറച്ചു വിശ്വസിക്കുക, നീ ആകുലപ്പെടുകയേ വേണ്ട. നിന്റെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ തോൽപ്പിക്കുവാനോ കഴിയാത്ത വാക്സാമർഥ്യം നിനക്ക് ലഭിക്കും. ഭയപ്പെടാതിരിക്കേണ്ടതിനൊരു കാരണം അതെയാ. നമുക്ക് പേടി എന്താ? അയ്യോ, ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ എന്തു പറയും, എങ്ങനെ പറയും എന്നുള്ള ഭയമാണ്. ദൈവമായ കർത്താവ് പറയുക, നീ നീതിക്ക് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ്, സുവിശേഷത്തിന് വേണ്ടിയാണ് നിലപാടെടുത്തിരിക്കുന്നതെങ്കിൽ നീ ആയിരിക്കില്ല, എൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ നൽകുന്ന ആത്മാവായിരിക്കും നിന്നിലൂടെ സംസാരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് പറഞ്ഞു തരുന്ന കാര്യം എന്താ? നിന്റെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകില്ല. കൊല്ലപ്പെട്ടതിന് ശേഷം തലമുടി ഇഴ നശിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു പാരഡോക്സ് ആയിട്ടൊക്കെ, ഒരു തമാശയായിട്ടൊക്കെ തോന്നും. കൊല്ലപ്പെട്ടു എന്നിട്ടും തലമുടി ഇഴ പോലും നശിച്ചു പോകില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സിമിത്തേരിയിലൊക്കെ കല്ലറ എടുക്കുമ്പോൾ പലപ്പോഴും കാണുന്ന കാര്യമുണ്ട്. ശവപ്പെട്ടി മണ്ണായിട്ടുണ്ടാകാം, ആ മൃതദേഹം പോലും ഇങ്ങനെ മണ്ണായിട്ടുണ്ടാകും, പക്ഷേ തലമുടി അപ്പോഴിങ്ങനെ വളർന്നു കിടക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കാണും. മനുഷ്യൻ മരിച്ചാലും വളരുന്നൊരു സാധനമാണ് എന്ത്? തലമുടി എന്നുള്ളത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യം. മണ്ണിന് പോലും പെട്ടെന്ന് ദഹിപ്പിക്കുവാൻ പറ്റുന്നതല്ല തലമുടി. അപ്പോൾ കർത്താവ് പറയുക, നിന്റെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകില്ല എന്ന് വചനം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ മരിച്ചാലും നീ എടുത്ത നിലപാടുകൾ അതെന്നും നിലനിൽക്കും. നീ മരിച്ചാലും നിന്റെ ജീവിതത്തിൻ്റെ ചൈതന്യം ഇനി വരുന്ന തലമുറകളിലൂടെ ഇനിയും തുടരും. ധീരന്മാർക്ക് ഒരിക്കലേ മരണമുള്ളൂ എന്ന് വചനം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് അതിൻ്റെ അർത്ഥം. തലമുടി ഇഴകൾ നശിക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു ഓർമ്മപ്പെടുത്തല. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലപാടെടുത്ത മനുഷ്യർക്ക് ഒരിക്കലും മരണമില്ല എന്നൊരു ഓർമ്മപ്പെടുത്തല. നിന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ നിന്റെ നിലപാടുകളെ കൊല്ലാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും കഴിയില്ല എന്ന് അടിവരയിട്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുക. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെ നീ ഭയപ്പെടേണ്ട. ജീവിതത്തിൻ്റെ കൊടിയ പീഡനങ്ങളെയും രോഗങ്ങളെയും ഭയപ്പെടരുത്. കാരണം ഇപ്രകാരമുള്ള ജീവിത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നിൻ്റെ യഥാർത്ഥത്തിലുള്ള കരുത്ത് നീ അറിയുക, നിന്നിലൂടെ ലോകം തിരിച്ചറിയുക. അതുകൊണ്ട് ഉറച്ച നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ നിന്നെ ചിരഞ്ജീവിയാക്കി മാറ്റും, മരണമില്ലാത്ത മനുഷ്യനാക്കി മാറ്റും.